ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ചേർത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടല്ലോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. കണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ചൂട് മുഴുവനായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. ചൂട് മുഴുവനായിട്ട് പോയാൽ പിന്നെ ഇത് ഹാർഡായി പോകും. അപ്പോൾ നമുക്കങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രാക്കൊക്കെ വരും. അതുകൊണ്ട് ഇളം ചൂടിൽ തന്നെ വേണം നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടല്ലോ, നല്ല സ്മൂത്ത് ബോളായിട്ട് ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം സ്റ്റീമറിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു ഇഡലി തട്ടിലോ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് കുക്ക്ഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഇതാ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 3 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളകും ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി. വെളുത്തുള്ളിയുടെ രുചി അധികം ഇഷ്ടമല്ല എന്നാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അതുവരേക്കും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നല്ല സ്മെല്ലൊക്കെ ഒന്ന് വന്നു തുടങ്ങുമ്പം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള അധികം സോഫ്റ്റ് ആണെന്നൊന്നുമില്ല, ജസ്റ്റ് കടിക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു മസാലയാണിത്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന റവ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലോട്ട് മസാല നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ സാവധാനത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോഴൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം മുഴുവനായിട്ട് ഇങ്ങനെ വറ്റുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ മൊരിഞ്ഞ് കിട്ടും.
മുരിഞ്ഞിട്ട് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്നിങ്ങനെ വെള്ളമൊക്കെ വറ്റി കിട്ടിയാൽ മതി, നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ വരെ വേണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റാണ് ആ ഒരു മസാലക്ക്. കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എരിവിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. കുറച്ച് എരിവോട് കൂടിയിട്ടാണ് ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എരിവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.